ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന വേൾഡ് കപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നാണ് പോർച്ചുഗൽ. നമുക്കറിയാം, ഒരുപാട് സൂപ്പർ താരങ്ങളെ ഇപ്പോൾ അവർക്ക് ലഭ്യമാണ്. നിലവിലെ നാഷൻസ് ലീഗ് കിരീടം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ടീമാണ് പോർച്ചുഗൽ. അവരുടെ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് ആണ്. പക്ഷേ ഈ വേൾഡ് കപ്പിന് ശേഷം റോബർട്ടോ പടിയിറങ്ങുകയാണ്. അദ്ദേഹം പിന്നീട് പരിശീലക സ്ഥാനത്ത് തുടരില്ല എന്നുള്ളത് പോർച്ചുഗീസ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിന് ശേഷം ഒരു മികച്ച പരിശീലകനെ പോർച്ചുഗൽ ദേശീയ ടീമിന് ആവശ്യമായി വരികയാണ്. പ്രധാനമായും രണ്ട് വ്യക്തികളെയാണ് ഇപ്പോൾ പോർച്ചുഗൽ പരിഗണിക്കുന്നത്. ESPN ബ്രസീലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരാൾ ജോർഹെ ജീസസ് ആണ്. നമുക്കറിയാം, സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറിനെ നിലവിൽ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പരിശീലകനാണ് ജോർഹെ ജീസസ്. വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകനാണ് ജോർഹെ ജീസസ്. അദ്ദേഹത്തിന് പോർച്ചുഗൽ ദേശീയ ടീമിന്റെ പരിശീലകനാവാൻ ആഗ്രഹമുണ്ട്. മാത്രമല്ല, പോർച്ചുഗൽ അദ്ദേഹത്തെ ഇപ്പോൾ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ മറ്റൊരാൾ, അത് ഹൊസെ മൊറീഞ്ഞോയാണ്. നിലവിൽ ബെൻഫിക്കയെയാണ് ഹൊസെ മൊറീഞ്ഞോ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് പരിശീലകരെയാണ് പോർച്ചുഗൽ ദേശീയ ടീം ഇപ്പോൾ പരിഗണിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ജോർഹെ ജീസസിന് അൽ നസറുമായി 2027 വരെ കരാർ അവശേഷിക്കുന്നുണ്ട്. പോർച്ചുഗൽ ദേശീയ ടീം അദ്ദേഹത്തെ പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ അൽ നസറിൽ തന്നെ തുടരാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ക്രിസ്ത്യാനോ റൊണാൾഡോയെ അൽ നസറിൽ പരിശീലിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ജോർഹെ ജീസസ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും പോർച്ചുഗൽ ദേശീയ ടീമിലേക്ക് ജോർഹെ ജീസസ് വരുന്നതിൽ എതിരഭിപ്രായമൊന്നും ഉണ്ടാവില്ല. മറുഭാഗത്ത് ഹൊസെ മൊറീഞ്ഞോയാണ് ഉള്ളത്. ഈ രണ്ട് പരിശീലകരിൽ ആരെ എത്തിക്കാൻ പോർച്ചുഗൽ ദേശീയ ടീമിന് സാധിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.